ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നമ്മുടെ തയ്യാറാക്കാൻ പോകുന്ന മുട്ട കൊണ്ട് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. വലിയുള്ളി തൊലി കളയാം. വെളുത്തുള്ളി, ഇതൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടും. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കട്ട പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുത്തു. വലിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, ലേശം മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ലേശം മല്ലിയില, ഒരു പച്ചമുളക്, ലേശം കുരുമുളക് ചതച്ചത്, ലേശം കറിവേപ്പില, ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി, ആ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഉള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടും, പച്ചമുളക് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടും. ഇത് ഞാൻ കുറച്ച് തേങ്ങ ചെറിയ വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. അരക്കുകയും ചതയ്ക്കൊന്നും വേണ്ട, ഞാൻ അങ്ങനെ തന്നെ ചെറുതായിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒരു തക്കാളി, അതിൻ്റെ ഉള്ളിലത്തെ പളുപ്പൊക്കെ കളഞ്ഞിട്ട് ഇട്ടാലും കുഴപ്പമില്ല. നമുക്ക് ആ മുട്ട കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവിടെയും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് വെള്ളം എടുക്കണം. ഒരു പാത്രം, ഒരു പാത്രം കൂടെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ കൊട്ടിക്കൊടുത്ത് നന്നായി വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ചേച്ച് കൊട്ടിക്കൊടുത്തിട്ട് നമുക്ക് തിളക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതേപോലെ ഇതൊന്ന് വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട്, മതിയാവും. അതിലിട്ട് കൊടുക്കണം. ഒന്ന് ആറാൻ, പ്ലേറ്റിൽ ആറാൻ വെക്കണം. ഇതിപ്പോൾ ഒന്ന് ആറിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുഴയ്ക്കണം. അതിന് കുറച്ച് മാവെടുത്തു, ഉരുളയാക്കണം. പരത്തിയിട്ട് ഇങ്ങനെ ഷേപ്പാക്കിയിട്ടുണ്ട്.
ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് ഫില്ലിങ് ഇതിനകത്ത് ഇട്ട് കൊടുത്തു. പൊട്ടാണ്ട് പതുക്കെ ആക്കി കൊടുക്കണം. കേട്ടോ ഇതെല്ലാം ഞാനങ്ങനെ ചെയ്തെടുത്തു. ഇഡ്ഡലി ചട്ടി അടുപ്പത്ത് വെച്ചു. ഇതിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സംഭവം തന്നെ. ഇതങ്ങനെ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഓഫ് ചെയ്യാം. ഇതേട്ടോ അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, ആവിയിൽ വേവിച്ചുകൊണ്ടത് തന്നെ.